താനിതങ്ങോട്ടോ ഭാണ്ടക്കെട്ടൊക്കെ ആയിട്ട് പന്തളം വരെ ഒന്ന് പോണം. നാട്ടിലെന്താ വിശേഷം? എന്റെ വകയിലൊരു അമ്മാവന്റെ CC അടഞ്ഞെന്നാണ് തോന്നുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് ഒരു സ്പെഷ്യൽ വണ്ടി വരും. അതിലെനിക്ക് പന്തളത്തെത്തണം. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ശരി, താൻ ചെല്ല്. കരയിലെ എല്ലാം ശരിയാണ്. ജീവിതമല്ലേ. തട്ടി ശബ്ദമുണ്ടാക്കിയ ബെന്നി എങ്ങാനും ഉണർന്നാലോ? ഭാഗ്യത്തിന് കറണ്ടും പോയി. നീങ്ങി വാ. പേടിച്ചോ? നാൻസി, നീ ഇങ്ങനെ ഇതിനകത്ത് കയറി? ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നിലെ കഥവും തുറന്നു എനിക്ക് വേണ്ടി കാത്തിരുന്നിട്ട്. അല്ല, 8 മണിക്ക് ലൈറ്റ് ഇല്ലാത്ത വീടോ? ഇന്നത്തെ മോഷണം ഇവിടെ തന്നെ ആയേക്കാം. പറഞ്ഞ 12 തലയാ, 6 കണ്ണ് തെറ്റത്തില്ല. ഒന്ന് 2 3 4 തെറ്റില്ല. എനിക്ക് തെറ്റത്തില്ല. മീശ വെച്ചത് ഇത് ഞാൻ പിടിക്കും, പിടിച്ചു പൂട്ടും. കത്രിക പൂട്ടിട്ട് പൂട്ടി ഞാൻ. ഹൗസ് ഓണറെ ഫിറ്റാ. ഇന്ന് പൂന്ത് വിളയാടാ. തുറന്നു കിടക്കല്ലേ. ഒരുപാട് മുറികളുണ്ടല്ലേ. വടക്കോട്ട് പോവാ. അങ്ങോട്ട് പോവാ. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു അരഞ്ഞാണം. ഇത് എത്ര പാവം വരും ചേട്ടാ? അതൊക്കെ പിന്നെ പറയാം. അയ്യോ, ഇതെനിക്ക് എത്തത്തില്ലല്ലോ. എത്തുന്നില്ലേ? ഇല്ലെന്നേ. എന്നാലിത് മാലയാക്കിട്ടോ. ചേട്ടന്റെ ഒരു ഐഡിയ. നാൻസി, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ദോ കുട്ടികൾ എങ്ങനെ ഉണർന്ന? കുട്ടികൾ കമോൺ. അല്ല, ഞാൻ നാൻസി പ്ലീസ് വിട്. 3 ആണോ 4 ആണോ ഇപ്പൊ അറിയാം. കണ്ടുപിടിച്ചിട്ട് എന്റെ കാര്യം. കാല് 1 2 3 4 തലയെഴുതി നോക്കാം. ഉണ്ണേട്ടാ, ഇനി എനിക്ക് എന്തൊക്കെ വാങ്ങിത്തരും? എനക്ക് എന്തൊക്കെ വേണോ അത് ഞാൻ മേടിച്ചു തരും. കണ്ടുപിടിച്ചേ. അവരെന്നെ കണ്ടോ? അരയും പോയി, അരഞ്ഞാനും പോയി, അവളാരോ കൊണ്ടും പോയി. ഇനി പന്തളം തന്നെ ശരണം. ദൈവമേ, എല്ലാം കുളമാവും. അല്പനേരം കേറാകട്ടെ. എന്താ കണ്ടുപിടിച്ച് എടീ. മീശ വറപ്പിച്ച് കാണിക്കാൻ നീ ആരടി? ബില്ലടിച്ചാൻ പാട്ടുകാരിയാ? നാൻസി, ഞാൻ കണ്ടുപിടിച്ചേ. 4ാമത്തെ പൊതി ആര് തിന്നത് ഞാൻ കണ്ടുപിടിച്ചേ. അവളിനകത്തുണ്ട്. ഇല്ല, ഇതിനകത്തില്ല. സത്യമായിട്ട് ഇതിനകത്തില്ല. അതിനകത്ത് അപ്പൊ ഉണ്ട്. ഇല്ല, അയ്യോ, ഇതിനകത്തില്ലെന്ന് പറഞ്ഞില്ല. ഇല്ല, ഉണ്ട്. അതിനകത്ത് ചെന്ന് നോക്ക്. അവിടെ ഇല്ല, അവിടെ ഇല്ലേ? എങ്കിൽ ഇവിടെ കാണും. അവിടെ ഇല്ലേ? എനിക്കറിഞ്ഞോ സത്യമായിട്ട് അവിടെ. അയ്യോ, അവിടെ ഇല്ല. സത്യമായിട്ടില്ല. അയ്യോ,
സോറി, അവൾ അതിനകത്തില്ല. അതിനകത്തില്ല. തന്റെ തപ്പഴ പറഞ്ഞല്ലോ ഇതിനകത്തൊന്നുമില്ലെന്ന്. വിശ്വാസം ഇല്ലെങ്കിൽ ഇതിനകത്തും കൂടെ നോക്ക്. ഇത് പിന്നെ എന്തോ നിക്കടാ. നിക്കൽ പൈസ എന്നാ പിന്നെ ഇതൊന്നും ഇട്ട് കാണിക്കും. ഇതാരാ? ഇതാണ് 4ാമത്തെ മീശ വെച്ച പെണ്ണ്. ഇപ്പൊ ബോധ്യമായ എനിക്കാണോ തനിക്കാണോ തെറ്റിയതെന്ന്? അതെന്തിന്? ഇത് നേരത്തെ പറയാത്തതിന്. അത് ഞാൻ കണ്ടുപിടിക്കണ്ടേ? ഇതെന്തിന്? ഇതിപ്പൊ പറഞ്ഞതിനും ഇറങ്ങിപ്പോളോ. നിക്ക്, ആ 4ാമത്തെ ബിരിയാണിയുടെ പൈസ എവിടെ? നീ ആരാടി? ഇറങ്ങണി പുറത്ത്. ഇവളാരാ? ചോദിച്ചു കേട്ടില്ലേ ഇവളാരാന്ന്? ഞങ്ങള് വഴി വെച്ച് കണ്ടതാ. അത് ഞാൻ മിണ്ടി പോകരുത്. ഞാൻ ഇവരാണോ ചോദിച്ചത്? വഴി കണ്ടവരൊക്കെ വിളിച്ചു കയറ്റാ. നിങ്ങളോട് ആരാ പറഞ്ഞ? ചേച്ചി ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചതാ. ചേച്ചിയുടെ പേഴ്സ് കളഞ്ഞു പോയതുണ്ടാ. ഇവർക്ക് എന്തിനാ ഐസ്ക്രീം വാങ്ങി കൊടുത്തേ? അത് ഞാൻ ഒരാളെ തിരക്കി വരുമ്പോഴേ കുട്ടികളെ അതിന് ഇവിടെ എന്തിനാ കയറി വന്നേ? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ഇപ്പൊ പോലീസിനെ അറിയിക്കും. കുട്ടികളെ മയക്കി വീട്ടിൽ കയറിയിട്ട് ഇറങ്ങണേ ഇവിടുന്ന്. ഒന്നും പറയണ്ട, ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങണം. അല്ല ഞാൻ ചേച്ചിയുടെ പേഴ്സ് കളഞ്ഞു പോയപ്പോ ചാച്ചന്റെ പൈസ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞ ചേച്ചി വന്നത് അല്ലേ ചേച്ചി? ആ മതി, കരച്ചിൽ നിർത്ത്. പെണ്ണായതുകൊണ്ട് ഞാനിപ്പോ ഒരു അളവ് ചെയ്യാം. നാളെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് കെട്ടിയെടുത്തോണം. പിള്ളേര് പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്ത. എനിക്ക് ബെന്നിയോട് പേര് വിളിക്കുന്ന നീ ഒന്നും പറയാൻ വേണ്ട, എനിക്ക് കേൾക്കാൻ വേണ്ട. ആരോട് ചോദിച്ചിട്ട് എന്നെ ഷർട്ട് എടുത്തിട്ട് ചെല്ല അകത്തേന്ന് മാറിപ്പോ. നിക്കവിടെ. നിന്നോടല്ല, നീ അകത്ത് പോടി. നിങ്ങളെ ഇന്ന് എന്റെ കൂടെ കിടന്നാ മതി. അവന്മാരുടെ പോടാ. സ്വാമിയേ, അയ്യപ്പോ, സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയെ, അയ്യപ്പോ, സ്വാമിയെ, സ്വാമിയേ. ശരണമയ്യപ്പോ. എത്ര രൂപയായി? 20 രൂപ. മീറ്റർ 10 രൂപയല്ലേ? അതെ. ബാക്കി 10 രൂപ സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ നിർത്താൻ ശരണം വിളിച്ചില്ലേ സാറേ, അതിന്റെയാ. അയ്യോ സ്വാമിയേ, ശരണമയ്യപ്പോ. ഇനി താൻ വിളിക്കണ്ട. പോ പോ. ശബരിമല തന്നെ ഇയാളെ വിളിക്കാത്ത ഭാഗ്യം. ഇതെന്ത് കോലം? പന്തളത്ത് എന്നപ്പോ തോന്നി രാജകുമാരനെ ഒന്ന് കാണണോ. ശരണമയ്യപ്പ. പോയി കണ്ടു തിരിച്ചു വരുന്ന വഴിയാണ്. നന്നായി അമ്പലത്തിലൊക്കെ പോകാൻ തോന്നിയത്. ഇനി പുതിയ പാപങ്ങളൊക്കെ ചെയ്യാലോ. ശരണമയ്യപ്പ വേണ്ടി വരും. സഹവാസം ഇയാളുടെ കൂടെ ആവുമ്പോ വേണ്ടി വരും. ശരണമയ്യപ്പ. സംസർഗ ഗുണ ദോഷ. ഞാൻ പോയി വയറുകർച്ചല്ലോ കഴിക്കട്ടെ. നടക്കട്ടെ നടക്കട്ടെ, ജീവിത ലക്ഷ്യം നടക്കട്ടെ. ഒരു താങ്ങ് താങ്ങി. സ്വാമിയേ, ശരണമയ്യപ്പ. ഇപ്പൊ വന്നതേ ഉള്ളൂ. അരവണ, അപ്പാച്ചിമേട്ടിലെ അപ്പം, കല്ലിടാങ്കുന്നിലെ കല്ല്. ഇത് ചവച്ച് ചവച്ച് തിന്ന്. കളിച്ചോണ്ടിരിക്കാതിരുന്ന് പഠിക്കേ. ഒന്ന് മാറിക്കേ. ആരാത്? പഠിക്കാൻ പറഞ്ഞിരിക്ക. ആരാത്? ഏത്? അകത്ത് നിൽക്കുന്ന പുതിയൊരെണ്ണം. അതിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന. ജോലിക്ക് വന്നാണോ? അപ്പൊ സുലുവിന്റെ ചാൻസ് പോയോ? എന്താ അവിടെ പറഞ്ഞ ജോലിക്കാരിയാണല്ലേ? അയ്യോ പാവം കുട്ടി. എന്താ നിന്റെ നെയിം ബോർഡ്? പേരെന്താന്ന്? ആനി. ആനെ? ആനി. നിന്റെ സ്റ്റാൻഡ്? നോക്കി പേടിപ്പിക്കണ്ട. സ്ഥലമേതെന്ന്? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. അങ്ങത്തെ പോലെയല്ലേ ഉള്ളൂ, അങ്ങൊന്നല്ലല്ലോ. ഈ നിലയ്ക്കാണെങ്കിൽ ഇവിടെ അംഗമാവും. ഇതിനു മുമ്പ് നീ എവിടെ നിന്നിട്ടുണ്ട്? ഞാൻ എങ്ങും നിന്നിട്ടില്ല. എങ്ങനെ നിർത്തും? കണ്ടപ്പോഴേ തോന്നിയ ഒരു കള്ള ലക്ഷണം. നിനക്ക് പാചകം പഠിക്കാനുള്ള ഗിനി പന്നികൾ ആരും ഇവിടെ ഇല്ല. ഇപ്പൊ വന്നല്ലോ ഒരെണ്ണം. എന്താടി പറഞ്ഞ? ഇത് വലിയ ശല്യായല്ലോ. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് എന്റെ കാര്യം. അതെ, ഇയാൾ ഇവിടുന്ന് ഒന്ന് പറഞ്ഞു വിടാവോ? ബെന്നി, ഞാൻ ഇവളിവിടെ ചേർന്ന് പോവില്ല. ഉടനെ കാന്താരി ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇവളിവിടെ ഉണ്ട്, ഞാൻ ഇവിടെ നിൽക്കില്ല. ഇവിടെ നിൽക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങി പോയിക്കോ. ബെന്നി, തൃപ്തിയായല്ലോ. ആർക്ക്? എന്തായി കുട്ടി ഇങ്ങനെ ഒരു തമാശ പറഞ്ഞ മനസ്സിലാക്കില്ല എന്ന് വെച്ചാൽ? മോളെ കുട്ടി ഹാനി, പാർട്ടിക്ക് പോവാൻ ഞാൻ എപ്പോഴേ റെഡിയായി നിൽക്കുന്നു. താനെന്തിനാ റെഡി ആയിരിക്കുന്നത്? അല്ല, കുട്ടികൾക്ക് പോണോന്ന് പറഞ്ഞു, ഞാൻ റെഡിയായി. കുട്ടികൾ വരുന്നില്ല, അതുകൊണ്ട് ഞാനും പോണില്ല. വാട്ട് ഈസ് ദിസ്? ഭാവി വധു ഒരു പാർട്ടിക്ക് ക്ഷണിക്കുമ്പോ പോകാതിരിക്കുന്നത് മാനേഴ്സ് അല്ല. ഈ വീട്ടിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കൊണ്ടുപോകുന്നു, അവിടെ ജസ്റ്റ് 5 മിനിറ്റ്സ് തിരിച്ചു കൊണ്ടുവരുന്നു. സേഫ്. എഴുന്നേക്ക്, എഴുന്നേക്ക് പറ്റി, എഴുന്നേക്ക്.
ചാച്ചൻ ഇവിടെ വന്നേ ഭക്ഷണം കഴിക്കൂ. ഞാനും അല്ല ഹായ് ചേച്ചി. എവിടായിരുന്നു ബെന്നി? യു ആർ വെരി ലേറ്റ്. അത് കുട്ടികൾ വന്നില്ല. അവർ വന്നില്ലെങ്കിൽ വേണ്ട, ബെന്നി ഇങ്ങോട്ട് വന്നേ. റൂഫ് ഗാർഡനിലാണോ? ഹായ് റാം. Come on, change your dresses. അയ്യോ, ബെന്നി ഇങ്ങനെയാണോ പാർട്ടിക്ക് വരണേ? എന്റെ സെലക്ഷനാ, എങ്ങനെയാണോ നോക്കിയേ. എനിക്ക് വയ്യ ഇതൊന്നും ഇട്ടോണ്ട് വരാൻ. ബെന്നി പ്ലീസ്, സമയമില്ല, പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം. എല്ലാരും ബെന്നിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം പ്ലീസ്. ഇത് വേണ്ട സാർ. അല്പം മുമ്പ് ബിയറാണ് കഴിച്ചത്. ഇതെന്താ? റമ്മാണ് സാർ. ആയിക്കോട്ടെ. സാർ സോഡ? നോ നോ നോ, നീറ്റ്. അത് പറ്റത്തില്ല, ഞങ്ങളെ വിട്ടിട്ട് പോയാൽ മതി കേട്ടോ. ആ പിന്നെ രാവിലെ വണ്ടി എനിക്ക് പഠിക്കാൻ തരണം. യു ആർ ഡ്രൈവിംഗ്. എന്താണ്? അയ്യോ ചേട്ടാ, പ്രശ്നമാക്കണ്ട, കുടിച്ചിട്ട് നിൽക്കുക. എവിടുന്ന് വരുന്നു എന്താ? Dear friends, meet my daughter Nancy and my would-be son-in-law Mr. Benny. I want to speak about driving. No, Okay. Benny, Huh? this is Rajan Menon, Managing Director, Western Group of Hotels. ഹലോ. Hello. I am Mr. Ambadi Unni, Managing Director and Principal of Ambadi Driving College, only for ladies. See, this hotel business, get lost. This share business, full loss. What is you? I don't push me. ബെന്നി, ഇത് നമ്മുടെ വിമൻസ് ക്ലബ് സെക്രട്ടറി ലാലി, ഇത് മഞ്ജു തോമസ്. ഇതേതാ സ്ഥലം? വീടെത്തി, ഇറങ്ങണം. ആഹാ. നല്ല വിശപ്പുണ്ടല്ലോ. ചെയ്ത് എന്താ മുങ്ങിയപ്പോലെ നോക്കുന്നത്? കുട്ടികള് ഭക്ഷണം കഴിച്ചോ? ഇല്ല, അവര് വഴക്കാന്ന് പറഞ്ഞു പോയി കിടന്നുറങ്ങി. ചാടിവാ ചാടിവാ. ഗേറ്റ് തുറന്നാ കിടന്നത്. എന്താ വണ്ടി പോകാത്ത? വണ്ടി അടിച്ചോണ്ട് പോകുന്ന സിസിക്കാരാണോ? ടയറില്ലാതെയാണോ വണ്ടി അടിച്ചോണ്ട് പോണത്? ചേടാ, ടയറ് വേണല്ലേ? എങ്കിൽ വാ. എവിടെയാ ടയർ? അടുക്ക്. ഉണ്ണിയങ്കിൾ, ഉണ്ണിയങ്കിൾ, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഉണ്ണിയങ്കിളെ കാണാൻ ആരും വന്നിട്ടുണ്ട്. എന്റെ സ്റ്റുഡൻസ്. ഞാൻ ഡ്രസ് ചെയ്ത് താഴേക്ക് വരാം. ഡ്രസ് ചെയ്തല്ലേ ഇരിക്കുന്നേ? ഇത് ഇന്നലെ ഇട്ട ഡ്രസ്സാ. ആരുടെ ആശാന്റെ വണ്ടി കൊണ്ട് പോണത്? എന്റെ കൈ കൊണ്ട് ചാവണ്ടെങ്കിൽ വണ്ടി കിടന്നെടുത്തോണ്ടിടാ. എന്താടാ? എന്താ അടുക്കരുത് അടുക്കരുത്, ഞാൻ ചെയ്ത നീ ചത്തു. അയ്യോ ആശാനെ, ആശാനെ.
വണ്ടി CC-ക്കാര് കൊണ്ടുപോയേ. അയ്യോ ഉണ്ണിയങ്ങളുടെ ശബ്ദ. എവിടെ കുടുങ്ങി. എന്ത് കുടുങ്ങി? ഒന്നും കുടുങ്ങില്ല. പുറത്തു പോ. ആശാനെ, ഇത് ആരൊക്കെയാ കാണാൻ വന്നിരിക്കണെന്ന് നോക്കിയേ. ഇവർക്ക് ഉണ്ണിയങ്കിളിനെ കണ്ടേ തീരൂന്ന്, അതാ കൊണ്ടുവന്നെ. പാവം ഉണ്ണിയങ്കിള്. ഉണ്ണിയങ്കിളിനി വീട്ടിലേക്ക് വരില്ലേ? പിന്നെ ഉണ്ണിയെങ്കില് സ്റ്റിച്ചൊക്കെ എടുത്ത് മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരും. മുറിവ് മിക്കവാറും പഴുക്കാനാണ് സാധ്യത. എങ്കിൽ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. എവിടെയാ മുറിവ്? അതുപോലെ ഇവിടെ ഷാജ് വന്നിട്ടുണ്ട്. അങ്ങനെ പറയരുത് ടിനു. നാൻസി, ഞാനിതൊന്ന് തീർത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് വരാം. അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യാം. അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കണ്ടേ? അത് ഞാൻ എങ്ങനെയുണ്ട് ഉണ്ണിയങ്ങളില്? ഹായ് ബേബീസ്. ഹായ് ബേബി. They don't have any manners. ബെന്നി അവരൊന്ന് വിഷയം പോലും പഠിപ്പിച്ചിട്ടില്ല. അത് അവർക്ക് കൂടി തോന്നണ്ടേ? അപ്പോ എന്നെ കണ്ട വിഷയം തോന്നുന്നില്ല? എങ്കിലും അതൊന്നും അറിയണമല്ലോ. ഏയ്, നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയത്? ഇനി മുതൽ അങ്ങോട്ട് ഞാനാ നിങ്ങളുടെയൊക്കെ മമ്മി. ദാ മമ്മി സിനിമയല്ലേ, അതിലെ മമ്മിയാ. എന്ത് വിളിച്ചതാ? തൊട്ടുപോരുത്. നീ ആരാ എന്നോട് പറയാൻ? വേലക്കാരി അവിടെ നിന്നാ മതി. ഇത് വേലക്കാരിയല്ല, ഞങ്ങളെ ചേച്ചിയാ, ഞങ്ങളുടെ അമ്മയെ പോലെയാ. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്ത് പറഞ്ഞു നീ? തൊട്ടുപോരുതെന്നല്ലേ പറഞ്ഞേ? നീ പറഞ്ഞ ഞാൻ കേൾക്കണോ അല്ലേ? എന്താ ഇവിടെ? ഇവര് ഞങ്ങളെ അടിക്കുന്നു. ബെന്നി, ആരാ ഇവള്? സെൻഡ് ഹർ ഔട്ട്. സാക്ക് ഹർ നൗ. എന്താ കാര്യം പറ. ഈ കുട്ടികൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. അപ്പൊ ഇവൾ എന്റെ മേക്കിട്ട് കയറാൻ വരിക. ഇവളാ ഈ കുട്ടികളെ ചീത്തയാക്കുന്നേ. ഇപ്പൊ ഇവളെ പറഞ്ഞു വിടണം. എന്താ ഇനി ഉണ്ടായത്? ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസാവുന്നില്ല? എനിക്കിപ്പൊ അറിയണം, ഇവൾ ഇവിടുത്തെ ആരാ? വേലക്കാരിയോ അതോ? നാൻസി പ്ലീസ്, കുട്ടികളുടെ മുമ്പ് വെച്ച് ഇങ്ങനെ. കുട്ടികളല്ല എനിക്ക് പ്രശ്നം. ബെന്നി ഇവളെ പറഞ്ഞു വിടുന്നോ ഇല്ലയോ? ആനി പോയാ ഇവരുടെ കാര്യം ആര് നോക്കും? കുട്ടികൾക്ക് അവളെ ഇഷ്ടാ. കുട്ടികളെ നോക്കാൻ ഞാൻ വേറെ ആളെ കൊണ്ടുവരാം. അപ്പോഴോ? അതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. സോ പ്ലീസ്. അപ്പോ ഇവളെ പറഞ്ഞു വിടില്ല അല്ലേ? എന്നേക്കാൾ അത് തീരുമാനിക്കേണ്ടത് കുട്ടികളാ. ഇപ്പൊ ആനി ഇവിടുന്ന് പോകുന്നില്ല. I will show you. ഞാൻ കാരണം? ആരും കാരണമല്ല. ഈ കുട്ടികളാ എനിക്കെല്ലാം. ഇവരെ നോക്കുന്ന ഒരു പെണ്ണിന് ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ബെന്നി